ഇന്ത്യൻ സൈന്യവും പാകിസ്ഥാൻ സൈന്യവും മുഖാമുഖം പരീക്ഷണം നടത്തുന്ന ദൃശ്യങ്ങൾ, സൈനിക അഭ്യാസം നടത്തുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിരിക്കുകയാണ്. ഏതായാലും സംഘർഷം അതിവിദൂരമല്ല എന്നും ഇന്ത്യയുടെ പ്രത്യാക്രമണം ഏത് നിമിഷവും പാകിസ്ഥാനെ എതിരെ ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് പാകിസ്ഥാൻ നെട്ടോട്ടം ഓടുകയാണ്. ഗത്യന്തരമില്ലാതെ പാകിസ്ഥാൻ കിട്ടിയിടത്തൊക്കെ വെച്ച് ഇന്ത്യക്കെതിരെ ഷെല്ലാക്രമണം നടത്തുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഷെല്ലാക്രമണം അവർ അതിർത്തി തർക്ക പ്രദേശത്ത് മാത്രമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം മാത്രമായിരുന്നുവെങ്കിൽ, ഇപ്പോൾ അതൊക്കെ മാറ്റിക്കൊണ്ട് ജമ്മു കാശ്മീരിലെ പല മേഖലകളിലും പല സ്ഥലങ്ങളിലും തുടർച്ചയായി 7ാം ദിവസവും ഷെല്ലാക്രമണം തുടരുന്നതിന്റെ വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് അറബിക്കടലിൽ ഗുജറാത്തിൽ ഏതാണ്ട് ഗുജറാത്ത് തീരത്തിൽ 85ഓളം നോട്ടിക്കൽ മൈൽ അകലെയായി പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും നാവിക അഭ്യാസങ്ങൾ, വ്യോമ പ്രകടനങ്ങളും നാവിക അഭ്യാസങ്ങളും നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതിനകം പുറത്തു വന്നിരിക്കുന്നത്. ഈ നാവിക അഭ്യാസങ്ങൾ നടത്തുന്നത് രണ്ട് രാജ്യങ്ങളും 85 നോട്ടിക്കൽ മൈൽ അകലെയാണ് എന്നുള്ള കാര്യമാണ് ഏറ്റവും രസകരമായ കാര്യം. അല്ലെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾ നടത്തുന്ന നാവിക അഭ്യാസങ്ങൾ തമ്മിൽ 85 നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. ഇവർ രണ്ടുപേരും പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എക്സർസൈസ്, ഈ സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ വലിയ സംഘർഷപൂരിതമായിട്ടുള്ള ഒരു അവസരം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. നമ്മുടെ സൈന്യത്തിന് പൂർണ്ണമായി പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചുമതല ഇപ്പോൾ സ്വതന്ത്രമായി നമ്മുടെ പ്രധാനമന്ത്രി നൽകിയിരിക്കുകയാണ്. പൂർണ്ണമായും സൈന്യത്തിന് സ്ഥലം തീരുമാനിക്കാം, സമയം തീരുമാനിക്കാം, ഏത് തരത്തിൽ ആക്രമിക്കണമെന്ന് തീരുമാനിക്കാം എന്നുള്ളതാണ് ഇതിനോടകം വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ കാണിക്കുന്നത് പാകിസ്ഥാൻ വളരെ വലിയ പരുങ്ങലിലാണെന്നും ഇതിനിടയ്ക്കൂടെ മറ്റു ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. പാകിസ്ഥാൻ അമേരിക്കയുടെ സഹായം തേടുന്നു, ചൈനയുടെ സഹായം തേടുന്നു, മറ്റു പല ലോകരാഷ്ട്രങ്ങളുടെയും പിന്നാലെ പോകുന്നു. അമേരിക്കയുടെ ഒരു സാറ്റലൈറ്റ് രാജ്യമായിരുന്നു പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ശീതസമര കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അമേരിക്കയും സോവിയറ്റ് യൂണിയനും നിരന്തരമായി ആശയപരമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്ന ശീതസമരത്തിന്റെ കാലഘട്ടത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഓമനപുത്രനായിരുന്നു. തെക്കേഷ്യയിൽ അവരുടെ സാറ്റലൈറ്റ് രാജ്യമായിരുന്നു. അതിൽ നിന്ന് ഭീകരവാദത്തിന്റെ കൂടാരമായി വളർന്ന പാകിസ്ഥാന് നിരന്തരമായി പല അർത്ഥത്തിലും ചെലവും കൊടുത്ത് സഹായിച്ചിരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ട് ഒരു അവസ്ഥ വരുമ്പോൾ തങ്ങൾ തീർച്ചയായിട്ടും കൈനീട്ടേണ്ടുന്നത് അമേരിക്കയോടാണെന്ന് പാകിസ്ഥാന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പാകിസ്ഥാൻ അമേരിക്കയുടെ പുറകെ ചെല്ലുന്നത്. നിരന്തരമായി അമേരിക്ക നൽകിയിരുന്ന സഹായങ്ങൾ പാകിസ്ഥാനെ എത്രത്തോളം വലിയ ഭീകരതയുടെ കൂടാരമായി മാറുന്നതിന് അവരെ കെട്ടിപ്പടുത്തു എന്നുള്ളത് അമേരിക്കയ്ക്ക് പോലും അറിയാം. അത് പലതവണ റിപ്പോർട്ടുകളായി പുറത്തു വന്നിട്ടുണ്ട്. പാകിസ്ഥാനിലെ പല സൈനിക മേധാവിമാരും ഇതിനോടകം തന്നെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ തുടർച്ചയായിട്ടുണ്ടാകുന്ന വാർത്തകൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വരുന്ന ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നിലവിലുള്ള ആക്രമണവും മുമ്പുള്ള പാകിസ്ഥാനിലെ അതിർത്തിയിലുള്ള ഷെല്ലാക്രമണവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ അത് നിയന്ത്രണ രേഖയിൽ മാത്രമായിട്ട് ചുരുങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ചൊവ്വാഴ്ച ദിവസം മുതൽ അത് മാറി മിക്ക അതിർത്തി പ്രദേശങ്ങളിൽ പല ഭാഗത്തും തുടർച്ചയായി വെടിവെപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതേത് സമയവും ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാം എന്നുള്ളതാണ്. രണ്ടാമതായി, ഇന്ത്യ വളരെ കരുതലോടെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ ആക്രമണത്തിന് ശേഷം, അത് ഉറി ആക്രമണമായാലും അതിനു മുമ്പ് നടന്നിട്ടുള്ള ആക്രമണമായാലും അതിനുശേഷം ഇന്ത്യൻ സേന നടത്തിയുള്ള പ്രത്യാക്രമണമായാലും, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് വളരെ കരുതലോടുകൂടി ചാടിക്കേറി ഇന്ത്യ ഒരു സൈനിക വിന്യാസം നടത്തുകയല്ല, മറിച്ച് പാകിസ്ഥാനും ആണവശേഷിയുള്ള ഒരു രാജ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, മാത്രമല്ല അവിടുത്തെ ആണവായുധങ്ങളുടെ ഒന്നും നിയന്ത്രണം അവിടുത്തെ സേനയ്ക്കൊന്നും അല്ല. അവിടുത്തെ AQ ഖാൻ എന്ന് പറയുന്ന അവരുടെ ആണവ നയത്തിന്റെ പിതാവ് തന്നെ ഈ ബ്ലാക്ക് മാർക്കറ്റിൽ ആണവായുധത്തിന്റെ രഹസ്യങ്ങൾ വിറ്റതിന് ജയിലിലടക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ അത്രയും വലിയ ഒരു ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇക്കാര്യത്തിൽ ഒരു വിശ്വാസ്യതയും ഇല്ലാതെ പാകിസ്ഥാന് സൈന്യത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ അവിടുത്തെ ജനതയുടെ മുകളിലോ ഭരണത്തിന്റെ മുകളിലോ ഒന്നും കാര്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആര് എവിടെ നിന്ന് എന്ത് പ്രയോഗിക്കുമെന്ന് പാകിസ്ഥാന് പോലും അറിയാൻ വയ്യാത്ത തരത്തിലുള്ളതാണ് പാകിസ്ഥാന്റെ സേനാ വിന്യാസങ്ങൾ എന്ന് പറയുന്നത്. അത് ഭീകരവാദികളുടെ നിയന്ത്രണത്തിലാണെന്ന് ഒരുപക്ഷം, അതല്ല സിവിൽ സൈനിക നേതൃത്വത്തിന്റെ നിയന്ത്രണത്തിലാണെന്നും മറ്റൊരു പക്ഷം. എന്തായാലും സൈന്യവും ആർമി അമേരിക്ക ഇത് മൂന്നുമായിരുന്നു പണ്ടേ പാകിസ്ഥാനെ സഹായിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായാലും അമേരിക്കയ്ക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി. ഇന്ത്യയോടും പാകിസ്ഥാനോടും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുള്ളത്, അമേരിക്ക പറഞ്ഞു, മനസാക്ഷിയെ ഞെട്ടിച്ച ആക്രമണമാണ് ജമ്മു കാശ്മീരിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെതിരെ എന്ത് നടപടിയും നിലപാടും ഇന്ത്യ എടുക്കുന്നതിന് ഞങ്ങൾ പരിപൂർണ പിന്തുണയാണ്. പക്ഷെ പരമാവധി നിങ്ങൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ഉണ്ടാക്കുന്നതിന് വിട്ടുനിൽക്കണം. അത് എല്ലാ ലോകരാജ്യങ്ങളും പറയുന്നതാണ്. അത് റഷ്യ ആയാലും ചൈന ആയാലും അമേരിക്ക ആയാലും
ഏത് രാജ്യങ്ങളായാലും ഇപ്പൊ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളോട് പറയുന്നത് നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം. ഇന്ത്യൻ നാവികസേന ഇപ്പോൾ നടത്തുന്ന ഈ പരീക്ഷണങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് പലരും കരുതിയേക്കെ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സൈന്യത്തിന്റെ ക്ഷമത പരീക്ഷിച്ചു ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, പാകിസ്ഥാനെ വളരെയധികം ആശങ്കയിൽ ആഴ്ത്തുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് ഇന്ത്യയിൽ നടത്തുന്നത്. അതുകൊണ്ട് പാകിസ്ഥാനും അവരുടെ സൈനിക വിന്യാസം ശക്തമാക്കിയിരിക്കുകയാണ്. അവരും നാവിക അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയാണ്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇന്ത്യയുടെ നീക്കം വളരെ കരുതലോടുകൂടിയാണ്. അന്തർദേശീയ രംഗത്ത് ലോക രാഷ്ട്രങ്ങളെ വിശ്വാസത്തിലെടുക്കുവാനുള്ള ശ്രമമാണ് ഇന്ത്യ ആദ്യം നടത്തിയത്. ആദ്യം 12ഓളം രാജ്യങ്ങളുടെ ലോക നേതാക്കന്മാരെ നരേന്ദ്രമോദി നേരിട്ട് ഫോണിൽ വിളിച്ചു, അവരുടെ പിന്തുണ ഉറപ്പാക്കി. പല രാജ്യങ്ങളുടെയും പ്രതിനിധികളെ ഡൽഹിയിൽ കണ്ടു, അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു. ഇപ്പോഴും പാകിസ്ഥാൻ പറയുന്നത് തങ്ങൾക്ക് ഇന്ത്യയിൽ നടത്തിയ ആക്രമണത്തെ ഒന്ന് അപലപിക്കുവാൻ പോലും തയ്യാറാകാത്ത പാകിസ്ഥാൻ, അവർ ഇപ്പോഴും പറയുന്നത് ഇവിടെ ഇന്ത്യക്ക് തങ്ങൾക്കെതിരെ തെളിവില്ല, അതുകൊണ്ട് ഇതൊന്നും വളരെ പ്രസക്തിയില്ല എന്നുള്ളതാണ്. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഇന്ത്യയിൽ 26ലധികം ആളുകളുടെ ജീവനുകൾ പൊലിഞ്ഞതിന് ഞങ്ങൾക്ക് തെളിവുണ്ട്. ആ തെളിവുകൾ വളരെ വളരെ ശക്തമായ തിരിച്ചടിയായി നിങ്ങളുടെ മണ്ണിലേക്ക് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് തിരിച്ചറിയാനാവൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിലവിൽ തുടർച്ചയായി അതിർത്തിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനെയും സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു പ്രശ്നത്തിലേക്കാണ് ഇപ്പോൾ നയിച്ചിരിക്കുന്നത്. ഏത് സമയവും യുദ്ധസമാനമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 72 മണിക്കൂർ കൂടി ഭീകരരെ തിരഞ്ഞ് കണ്ടെത്തണം എന്നുള്ളതാണ് നമ്മുടെ സൈന്യത്തിന് നമ്മുടെ സിവിലിയൻ നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. അത് ഏതാണ്ട് അനന്തനാഗ് മേഖലയിൽ ഊർജ്ജസ്വലമായിട്ടുള്ള തിരച്ചിലുകളാണ് നടക്കുന്നത്. ഒപ്പം മറ്റു ചില വാർത്തകളും വരുന്നുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലെ സൈനിക മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത്, അവിടുത്തെ ഇൻഫർമേഷൻ മിനിസ്റ്റർ ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്, ഇന്ത്യയിൽ നിന്ന് 36 മണിക്കൂറിനകം തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വാർത്തകളുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. പാകിസ്ഥാൻ എന്ത് തയ്യാറെടുപ്പുകൾ നടത്തിയാലും ഇപ്പൊ ഞാൻ മുമ്പേ ഒക്കെ സൂചിപ്പിച്ചതുപോലെ അതിർത്തിയിൽ വരുന്ന ഓരോ ആയുധത്തെയും തടുക്കുന്നതിന് വേണ്ടിയുള്ള സൈനിക വിന്യാസം ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അറബിക്കടലിലായാലും പടിഞ്ഞാറൻ ഇതര മേഖലകളിലായാലും ഒക്കെ ജാമറുകൾ ഉപയോഗിച്ച് അവരുടെ വ്യോമാതിർത്തി അടച്ചുകൊണ്ട് അവർക്ക് വരാൻ കഴിയുന്ന സ്ഥലത്തൊക്കെ സൈന്യങ്ങളെ വിന്യസിച്ചുകൊണ്ട് അത്യന്താധുനിക ശേഷിയുള്ള ആണവായുധങ്ങൾ ഇന്ത്യ നിരത്തിക്കൊണ്ട്, അതുപോലെ തന്നെ പല സ്ഥലത്തും അത്യാധുനിക ശേഷിയുള്ള മിസൈൽ സംവിധാനങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. ആ സമയത്ത് പലപ്പോഴും നമുക്കറിയാം, ഇന്ത്യക്കെതിരെ ശത്രുതയോടുകൂടി നിലനിന്നിട്ടുള്ള ചൈന ഇത്തവണയും പാകിസ്ഥാന് P-15 ഉൾപ്പെടെയുള്ള മിസൈലുകൾ നൽകിക്കൊണ്ട് പാകിസ്ഥാനെ സഹായിക്കാനായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യ ഒരിക്കലും അവിടുത്തെ ജനകീയ ജീവിതത്തെ ഇല്ലാതാക്കുന്നുള്ള നടപടികൾ ഇതുവരെ, അല്ലെങ്കിൽ ജനവാസ മേഖലകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇതുവരെ ഇന്ത്യ ശ്രമിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ ഇന്ത്യയെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് വളരെ വലിയ തിരിച്ചടി കൊടുക്കാൻ തന്നെയാണ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കിട്ടിയ അവസരങ്ങളിലെല്ലാം ഇന്ത്യ അതിനെ ഉപയോഗപ്പെടുത്തും. അത് സിന്ധു നദീജല കരാർ അതിൽ തൽക്കാലം വിട്ടുനിൽക്കുക വഴി വാട്ടർ ബോംബ് ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് അവിടെ വെള്ളത്തിന്റെ അളവ് കൂട്ടിയും കുറച്ചും പാകിസ്ഥാനെ നന്നായി വിഷമിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ വ്യോമ മേഖലയിൽ ഇപ്പൊ അവരുടെ ഒരു ഫ്ലൈറ്റ് ഒക്കെ ചില സ്ഥലങ്ങളിൽ പോകുന്നതിന് 4-5 മണിക്കൂർ അധികം എടുക്കണം. കോടിക്കണക്കിന് രൂപയാണ് അതിനുവേണ്ടി അവർക്ക് അധികമായി ചിലവാകേണ്ടി വരുന്നത്. ആകെ സാമ്പത്തികപരമായി പരുങ്ങലിൽ നിൽക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സൈനികപരമായും രാഷ്ട്രീയപരമായും ഒക്കെ ആകെ പ്രശ്നത്തിലാണ് അവിടെ ഇപ്പോൾ. അവിടെയുള്ള ജനത തന്നെ പാകിസ്ഥാനെതിരെ തിരിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൃഷിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയുമായി മുന്നോട്ട് പോകുന്ന പാകിസ്ഥാന് വളരെ സാമ്പത്തികപരമായി വളരെയധികം ബുദ്ധിമുട്ടിൽ പോകുന്ന ഒരു പാകിസ്ഥാൻ. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയുള്ള മൊബൈൽ ഫോൺ, നമ്മൾ സാധാരണ എപ്പോഴും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോണിന് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിന്റെ 2-3 ഇരട്ടി ചെലവാണ് പാകിസ്ഥാനിൽ എന്നുള്ളത്. അപ്പൊ അതിന്റെ താരിഫ് നിരക്കുകൾ എന്ന് പറയുന്നത്, അപ്പൊ അത്രത്തോളം വലിയ ഒരു പ്രശ്നത്തിലാണ് പാകിസ്ഥാൻ. അവിടെ പല പണപ്പെരുപ്പ നിരപ്പ് വളരെ കൂടുതലാണ്. പാകിസ്ഥാൻ ആകെ അതിന്റെ സാമ്പത്തിക വ്യവസ്ഥ പെട്ടുകിടക്കുകയാണ്. ആ സമയത്താണ് അവർ ഇന്ത്യക്കെതിരെയുള്ള പടനീക്കം നടത്തുന്നത്. ഒരർത്ഥത്തിലും ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത പാകിസ്ഥാന്റെ സൈന്യത്തിന് എത്ര മണിക്കൂർ ഇന്ത്യക്ക് മുൻപിൽ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ എത്ര മണിക്കൂർ മാത്രമാണ് അവർക്ക് അവശേഷിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ ആക്രമണം വിദൂരമല്ല. അതൊരു പക്ഷേ നമ്മൾ കരുതുന്നത് പോലെ, അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ പാകിസ്ഥാനെ പരിപൂർണമായി എല്ലാ മേഖലയിൽ നിന്നും ആക്രമിച്ച് ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനമല്ല ഇന്ത്യക്കുള്ളത്. മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അത് ചില സ്ഥലങ്ങളിൽ സർജിക്കൽ സ്ട്രൈക്കോ അല്ലെങ്കിൽ ലിമിറ്റഡ് സ്ട്രൈക്കോ, ഒരു പ്രത്യേകമായ മേഖലകൾ തെരഞ്ഞെടുത്തുകൊണ്ടുള്ള ആക്രമണമായിരിക്കും ഇന്ത്യ നടത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്.
എന്തായാലും അതിനെ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ വലിയ നടപടികളിലേക്ക് പോയാൽ പാകിസ്ഥാന് കനത്ത വില നൽകേണ്ടി വരും. അതുപോലെ തന്നെ അതിർത്തിയിൽ അവർ ഒരു ജവാനെ BSF ജവാനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിനെ വിട്ടുകിട്ടുന്നതിനെ സംബന്ധിച്ചുള്ള ഫ്ലാഗ് ഓഫ് മീറ്റിംഗുകൾ പലതും നടത്തിയെങ്കിലും അതിലൊന്നും ഇനി ഫ്ലാഗ് ഓഫ് മീറ്റിംഗ് നടത്തണ്ട എന്നും അതിനുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കൊന്നും തയ്യാറല്ല എന്നുമുള്ള ഒരു പ്രതികരണമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്തായാലും ഇന്ത്യ കരുതിക്കൂട്ടി നീങ്ങുകയാണ്. ഒരർത്ഥത്തിലും പാകിസ്ഥാനെ ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ ഇന്ത്യ അനുവദിക്കില്ല. അതുകൊണ്ട് ഈ അറബിക്കടലിൽ മുഖാമുഖം നടക്കുന്ന ഈ സൈനിക അഭ്യാസ പ്രകടനം ഏത് നിമിഷവും ഒരു യുദ്ധത്തിലേക്ക് കലാശിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് വേണ്ടത് സമാധാനമാണ്. ഒപ്പം തീവ്രവാദത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള നടപടികൾ ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളോടൊപ്പം ഞാനും കാത്തിരിക്കുകയാണ്. തീവ്രവാദികളെ പൂർണ്ണമായി തുടച്ചു നീക്കുന്നതിന് ഇന്ത്യ എടുക്കുന്ന നടപടികൾ കാണുവാനായി നമ്മൾ കാത്തിരിക്കുന്നു.